ഉമ്മൻചാണ്ടിയുടെ മുറിക്കകത്ത് ഒരു പെണ്ണ് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബെഡ്റൂമാണ്. ഉമ്മൻചാണ്ടി ഇന്നർവെയർ അണ്ടർവെയർ കണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ എമ്പടനായ ഒരാളിൻ്റെ അതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ എന്താ പറയുക, ഈ കന്യാസ്ത്രീയുടെ ലൈംഗികത കാണാൻ രസമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ സിനിമയ്ക്കകത്താണെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളെ മുതലാളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് നിങ്ങൾ ഇത്ര പാടുപെട്ട് മദ്രാസിൽ പോകുന്നത് അല്ല സിനിമാ നടിയും കല്യാണം കഴിക്കാനാണോ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് പോകും. അപ്പം ഞാൻ കരുതി ഇതിന് ഉത്തരം കൊടുത്തിട്ട് പറഞ്ഞോളൂ. പുതുമകളെ സ്വീകരിക്കുന്നവർക്ക് പുതിയത് തന്നെ വേണം. അതിന് സ്വയംവരയും വേണം. സ്വയംവര സിൽക്സ് പുതിയതാണ്. സകലകല വല്ലഭൻ ഒരുപക്ഷെ ആ വാക്കിനെ ഏറ്റവും അന്വർത്ഥമാക്കുന്ന ഒരു മഹാനായ കലാകാരനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കുറച്ചും കൂടി സ്നേഹം എനിക്ക് കൂടും. കാരണം ഞങ്ങളെപ്പോലെ മാധ്യമ പ്രവർത്തന രംഗത്തു നിന്നാണ് അദ്ദേഹവും വന്നത്. പിന്നീട് മലയാള സിനിമയുടെ സർവ്വമേഖലകളിലും തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച അനുഗ്രഹീത കലാകാരൻ ബാലചന്ദ്രൻ മേനോൻ. ചേട്ടാ നമസ്കാരം. നമസ്തേ. 50 വർഷം അല്ലേ അതെ. സിനിമാ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമാണ്. ഒരുപാട് അങ്ങനെ അപൂർവം ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഇപ്പോഴും ഉണ്ട്. പക്ഷേ 50 വർഷം ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത ഭാഗ്യമാണ് അല്ലേ? അത് പിന്നെ ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. എനിക്കിത് പറയാൻ പ്രയാസമെങ്കിലും സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചത് ഒരു പൂവാണ്, അദ്ദേഹം എനിക്കൊരു പൂന്തോട്ടമാണ്. പൂന്തോട്ടം ഞങ്ങൾ പറയില്ല, വസന്തം. കാരണം എന്താ വെച്ചാൽ സിനിമയിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 50 വർഷം തികച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ കാര്യം തന്നെയാണ്. അതിൽ തന്നെ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഈ മാധ്യമത്തെ ഉപയോഗിക്കാനുള്ള ഒരു വലിയ അവസരം എല്ലായിടത്തും, ഇപ്പം കഥയായാലും തിരക്കഥയായാലും സംഭാഷണമായാലും സംഗീതമാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും നിർമ്മാണമാണെങ്കിലും പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ വരെ എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങൾ അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വേറൊരു വലിയ ഭാഗ്യമാണ്. അതിനെല്ലാം കാരണം ഇവിടുത്തെ പ്രേക്ഷകർ ഞാൻ ചെയ്ത പ്രവൃത്തികളെ കയ്യൊപ്പിട്ട് തന്നു. ഏറ്റവും പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശക്തമായ കഥാപാത്രം എന്നാണ് സംവിധായകൻ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിൽ കേൾക്കുന്ന പലതും ഒളിച്ചു വെച്ചാണ് കേൾക്കുന്നത് എങ്കിൽ അറിയില്ല. നമ്മുടെ മരിച്ചുപോയ CM ഉമ്മൻചാണ്ടിയുടെ ഒരു ഷെയ്ഡ് ആ കഥാപാത്രത്തിനുണ്ടെന്ന് കേൾക്കുന്നു. എത്രമാത്രം ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതെ, അതായത് ഈ സിനിമയിൽ നസീർ സാർ പണ്ട് പറഞ്ഞൊരു വാചകം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. സിനിമയെ സംബന്ധിച്ച ഏത് പ്രവൃത്തിക്കും ആരാണത് ചെയ്യേണ്ടത് അയാളുടെ പേര് അവരറിയാതെ തന്നെ അതിൽ ആലേഖനം ചെയ്തിരിക്കും. പാട്ടുകാരനാണെങ്കിൽ പാട്ടുകാരൻ്റെ പേര്, അഭിനേതാവാണെങ്കിൽ അയാളുടെ പേര്, ഈ റോൾ ഇന്നാര് ചെയ്യണം, അതൊരു വിധിയാണ്, അതിനെ മാറ്റാൻ പറ്റുകയില്ല എന്ന് പറയുന്ന പോലെ ഈ ചിത്രം വന്നപ്പോൾ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്നെ സമീപിച്ച്, പിന്നീട് ഞങ്ങളിതുവരെ വർക്ക് ചെയ്തിട്ടില്ല ഒരുമിച്ച്. അപ്പോൾ കഥ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഞാനിതിൽ കൂടുതൽ ക്യൂരിയസ് ആയിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. കേരള മുഖ്യമന്ത്രിയുടെ വേഷമാണ്. അപ്പോൾ ആ വേഷം സാർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഫീലിംഗ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിൽ രണ്ട് ചിന്തിച്ചില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. ബാക്കിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ അഭിനയിച്ചു, അതുമാത്രമേ എനിക്കറിയാവൂ. അതിനെ പറ്റിയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നെന്നോ പ്രത്യേകിച്ച് ഇപ്പം എന്നോട് സുരേഷ് സൂചിപ്പിച്ച പോലെ അത് ഏതെങ്കിലും ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയ ഒരാളുമായിട്ടുള്ള സാദൃശ്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഉണ്ടാകണമെന്ന് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. എൻ്റെ ഇത് ഇന്നാരാണ് ഉദ്ദേശിച്ച് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. എനിക്കത് എങ്ങനെ ചെയ്യണം എന്ന് എൻ്റെ മനോധർമ്മത്തിന് തോന്നി. ഞാൻ ആലോചിച്ചു, തിരുത്തേണ്ട ഭാഗങ്ങളിൽ അവർ തിരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടു ബി ഇൻ ദ ചെയർ ഓഫ് ചീഫ് മിനിസ്റ്റർ എന്ന സാധനമുണ്ടല്ലോ, ഒരു മുഖ്യമന്ത്രിയുടെ
കഥാപാത്രം അവതരിപ്പിക്കുമ്പം എനിക്ക് കിട്ടുന്നൊരു പുതിയ അനുഭവമുണ്ട്. അതെനിക്ക് പരിചിതമായിട്ടല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല, അതെ. അതിൻ്റെ കെട്ടുപാട് അറിയാൻ പാടില്ല. ഇത് മൊത്തം രാഷ്ട്രീയമാണുള്ളത്, മൊത്തം അതിലെ കള്ളത്തരങ്ങളും എല്ലാമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകാൻ എനിക്ക് പലപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അഭിനയിക്കുമ്പോൾ അത് ബാധകമല്ല. നമ്മൾ ഇത്ര അവിശ്വസനീയമായ കഥാപാത്രത്തെയും വിശ്വസനീയമാക്കി മാറ്റാൻ സാധിക്കണം. അതാണല്ലോ ഒരു ആക്ടറുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ആ കഥാപാത്രം ഇവിടുത്തെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബുദ്ധിപരമായ മറുപടിയാണ്. എങ്കിലും ഇല്ല, സിനിമയുടെ ആദ്യം തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ കഥാപാത്രത്തിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഏതെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ് അല്ലേ? അങ്ങനെ എഴുതേണ്ടി വരും. കേൾക്കുന്നത് വെച്ചാണെങ്കിൽ അല്ലെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനപ്രിയനായൊരു മുഖ്യമന്ത്രിയെ വളരെ ആത്മബന്ധമുള്ള ഒരാളായിരുന്നു താങ്കൾക്ക്. പ്രത്യേകിച്ചും ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ കഥാപാത്രം ചെയ്യേണ്ടി വരുമ്പം ഏതെങ്കിലും മാനറിസങ്ങളോ ഏതെങ്കിലും ഭാഗങ്ങളോ ഒക്കെ അങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഉമ്മൻചാണ്ടിയെ ഞാൻ ആദ്യം കാണുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ 8-ലോ 9-ലോ പഠിക്കുക. ഇടവ മുസ്ലിം ഹൈസ്കൂൾ. ഇടവ മുസ്ലിം ഹൈസ്കൂളിൽ എന്നേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് എൻ്റെ ചേച്ചി. അപ്പം ഷീ ഈസ് എ വെരി ക്വയറ്റ് ഗേൾ. അതുകൊണ്ട് അവിടുത്തെ സ്കൂളിലൊക്കെ അങ്ങനെയുള്ള മിണ്ടാട്ടമില്ലാത്ത പിള്ളേരെ പിടിച്ച് അധികാര സ്ഥാനങ്ങളിൽ അവരോധിക്കും. അങ്ങനെ എൻ്റെ സിസ്റ്റർ ആ സ്കൂളിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടൊക്കെ അവരോധിച്ചു. എൻ്റെ അർത്ഥം ഒന്നിനും പ്രതികരിക്കത്തില്ല, അതാണ് എൻ്റെ ഗുണം. ആ സമയത്ത് അവിടെ ഒരു സമരം ഉണ്ടായി, സ്കൂളിൽ സമരമുണ്ടായി. പിള്ളേർ അവിടെ ഇത്തിരി ദുബായ് പണമുള്ള സ്ഥലമാണ് ഇടവ ഭാഗമൊക്കെ. ഇടവ കാപ്പിൽ. എന്നിട്ട് അവരന്ന് ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ട്, ഞാനും വളരെ ക്വയറ്റായിരുന്നു. ഞാൻ 9-ലും ചേച്ചി 10-ലുമാണ്. അവിടുത്തെ ഷെഡ് കത്തിച്ചു. അന്ന് രാത്രി KSUSFIR അന്ന് രാത്രിയായപ്പോൾ സംഗതി കഷ്ടമായി. നേതാക്കന്മാർ വന്ന് അന്ന് ഇടവയിൽ സന്ദർശനം നടന്ന നേതാവാണ്, കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം വീട്ടിൽ വരുന്നു. ഞാൻ കണ്ടിരിക്കും, ആരാ ഉമ്മൻചാണ്ടി? ഇപ്പം മുടിയൊക്കെ നീളത്തിൽ വളർത്തിയൊരു സാധനം, ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പം അച്ഛനില്ല, അച്ഛൻ സ്റ്റേഷനിലാണ്, അമ്മയുണ്ട്. അപ്പോൾ ജനം കൂടി പറഞ്ഞു ഇങ്ങനെ ഉമ്മൻചാണ്ടിയാണ്, പിന്നെ സിസ്റ്ററെ കാണാമെന്നാണ്. സിസ്റ്റർ പുറത്തോട്ട് ഇറങ്ങത്തില്ല. അപ്പം അമ്മ അറിയോ, അമ്മയ്ക്ക് വല്ലതും അറിയോ? അപ്പോൾ അമ്മയെ ഉത്ബോധിപ്പിക്കുന്നു. ആര്? ഞാൻ അങ്ങനെയാണ് ഇവിടെ ശബ്ദം കേൾക്കുന്നത്, ആദ്യം കേൾക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആഹ്വാനം. അമ്മേ, ഇതാണ് സംഭവം, നാളെ ഞങ്ങളൊരു ബന്ധാണ്, ഒരു കാരണവശാലും മുള അയക്കരുത്, ഒറ്റ ദിവസത്തെ മാർക്ക് ഓഫ് റിസ്റ്റ്. പിറ്റേ സംഭവമില്ല. അന്നാണ് ഞാൻ ആദ്യം പുള്ളിയെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ രൂപമൊക്കെ മനസ്സിൽ പതിഞ്ഞു വന്ന് വർത്തമാനം, ശബ്ദം. പിന്നെ പുള്ളിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പം പിള്ളേർ മിമിക്രി കാണിക്കുന്ന ശബ്ദം, പ്രത്യേക വലിവ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്. അത് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ വേറൊരു ബന്ധമുള്ളത്, ഞാൻ ഒരു ഇടക്കാലഘട്ടത്തിൽ സുഖമില്ലാണ്ട് ഹൈദരാബാദിൽ 1 വർഷത്തോളാണ് ആൾമോസ്റ്റ്. തിരിച്ച് ഞാൻ വന്നത് ഒരു പുസ്തകമായിട്ടാണ്, അറിയാത്തത് അറിയേണ്ടത്. അത് വന്ന ശേഷമാണ്. അപ്പോൾ ഈ ആൾക്കാരിൻ്റെ പിന്നെ ശവദാഹമൊക്കെയാണ് ഇവിടെ നാട്ടിൽ, എനിക്കറിയാം. ഞാൻ ഈ പുസ്തകമായിട്ട് വന്നിട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രകാശനം ചെയ്തു. അന്ന് ഇദ്ദേഹമാണ് പ്രകാശനം ചെയ്ത് പുസ്തകം സ്വീകരിച്ചത് ONV സാറാണ്, അധ്യാപകൻ. അങ്ങനെ ഒരു ഞങ്ങളൊരു ബന്ധമുണ്ട്. പിന്നെ പുള്ളി കോട്ടയത്ത് എൻ്റെ ഒരു ഫുൾ ഡേ ഫംഗ്ഷൻ വെച്ചു. അന്ന് പുള്ളി ചീഫ് ഗസ്റ്റായിട്ട് വന്നു. അന്ന് പുള്ളി പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി പറഞ്ഞു, ഈ സിനിമയൊക്കെ ചെയ്തെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഈവൻസൊക്കെ വെക്കണം. പുള്ളി പറഞ്ഞതാണ്. കാരണം സിനിമ ഇങ്ങനെ വന്ന് വയ്ക്കോട്ടെ, ലൈവായിട്ട് നമ്മൾ ആൾക്കാർ ബന്ധം വേണം. പുള്ളി എൻ്റെ ആണാണല്ലോ, പുള്ളിയുടെ ലൈവ് ഷോസ് ഉണ്ട് ഇഷ്ടം വരെയുള്ളത്. അങ്ങനൊരു പരിചയം എനിക്ക് പുള്ളിയെ പറ്റിയുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാ കാര്യത്തിലും മുൻപതി കാണുകയും ചെയ്യും. അങ്ങനെ ഒളിവും മറവൊന്നുമില്ല, ഉള്ള കാര്യം പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് ഞാൻ വന്ന ശേഷം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടൊന്ന് വീട്ടിൽ പോയി വിളിക്കണം. വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ രാവിലെ തിരക്കാണ്, ഒരു രക്ഷയില്ല. എങ്കിലും ഞാൻ പോയി.
ഞാൻ പോയി അവിടെ ചെന്ന് ചോദിച്ചോടനെ അവിടുത്തെ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പേര് വേണോ സംശയം എനിക്ക് പറഞ്ഞു, ആ വഴി പോകണ്ട, ഇപ്പുറത്ത് ചെറിയ ഇടവഴിയുണ്ട്, കയറി ചെന്നാവുന്നു. സ്റ്റെപ്സ് ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ബെഡ്റൂമാണ്. ഉമ്മൻചാണ്ടി ഇന്നർവെയർ അണ്ടർവെയർ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടപ്പോഴേ ആ പാട്ട് ക്യാമറ ഒന്നും വരും കൂടെ ക്യാമറ കയറി വന്നു. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് എന്നോട് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എ ഗുഡ് പേഴ്സൺ മീൻ ഇൻ ജനറലി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഈ പറഞ്ഞ കണക്ക് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും വളരെ സംശുദ്ധമായൊരു ഒരു ഒരു അടയാളമുള്ള ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു പിന്നെ ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട ഒരുപാട് മനുഷ്യൻ എവരിബഡി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, എവരിബഡി നോസ്, ഈ ലോകം എന്നെക്കാളും നിങ്ങളെക്കാളും ബുദ്ധിയുള്ളതാണ്. ഉമ്മൻചാണ്ടി ആരാണെന്നുള്ള ഇവിടുത്തെ പൊതുജനത്തിന് അറിയാം. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മുറിക്കകത്ത് ഒരു കയറിപ്പോയെന്ന് പറഞ്ഞിട്ട് കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നടത്തി അദ്ദേഹത്തിന് കിട്ടിയ റിസപ്ഷൻ എന്താണ്? ഒരു സ്ത്രീ എമ്പടനായ ഒരാളിൻ്റെ അതാണോ നമ്മൾ കണ്ടത്? ഒരിക്കലും അല്ല. എന്തൊരു വീപ്പിംഗ് ആയിരുന്നു ജനങ്ങൾ. അതിവിടുത്തെ ജനങ്ങളുടെ അങ്ങനെയാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ കന്യാസ്ത്രീയുടെ ലൈംഗികത കാണാൻ രസമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ കൊള്ളാവുന്ന ഇമേജുള്ള ആൾക്കാരെ പറ്റി കുറേ തെറി പറയുക, ആസ്വദിക്കുക, വർണ്ണിക്കുക, അങ്ങനെ കുറേ വിഡ്ഢികൾ ജീവിച്ചുകൊണ്ടിരിക്കും. ശരിക്കും അത്തരം ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഒരു സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുമ്പോൾ ഇത് എന്തിനാണ് എന്ത് കാര്യത്തിനാണ്, അല്ലെങ്കിൽ അത് ആരെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടെന്നെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലാത്ത വേറെ ഇന്നലെ നമ്മുടെ 24 ചാനലിൽ ഇതായിരുന്നു വിഷയം. ഈ എബൌട്ട് ദിസ് ഞാൻ ശ്രദ്ധിച്ചു. ഇതിനകത്ത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് ജീവിച്ച ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആരും സ്മാം അടിക്കുമെന്ന് ചോദിക്കാറില്ല. കാരണം പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നതാണ്, അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇതാണ് നമ്മുടെ ജനറലി ഉള്ള ലൈഫിലുള്ള പ്രശ്നം, അതാണ്. പക്ഷേ ഇവിടെയുള്ള സംഭവം ഒരുപാട് അറിയാവുന്ന ആരാണെങ്കിൽ കൂടി പറയുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെപ്പറ്റി അനാവശ്യം പറഞ്ഞ് അയാൾ അതിൻ്റെ പേരിൽ ഒരു കടും കൈ കാണിക്കുക. ഇപ്പം ലേറ്റസ്റ്റ് കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വയം ജീവൻ വെടിയുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണ്ടാകേണ്ട നഷ്ടത്തിന് ആരും ഉത്തരം പറയും? നമ്മുടെ സമൂഹം നമുക്ക് തരുന്നത് സ്വത്തിനും ജീവനുമുള്ള സുരക്ഷയാണ്. അതെവിടെ ഉണ്ട്? ഒരു പെണ്ണ് പറഞ്ഞു എന്നെ അദ്ദേഹം മോശമായ രീതിയിലുള്ള പെരുമാറിയെന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് ഫീലിംഗ് ചെയ്തു. ഉടനെ അയാൾ തൂങ്ങിയൊക്കെ മരിച്ചു. അയാൾ തൂങ്ങി മരിക്കുമ്പോൾ ഒരു സിസ്റ്റം മാറുകയല്ലേ, അതിനാരും ഉത്തരം പറയും? ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് വളരെ ആലോചിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ അടുത്തിടെ രാഹുൽ ഈശ്വർ വന്ന് കണ്ടൊരു മെയിൽ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞതാണോ? അല്ല, രാഹുൽ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ രാഹുലിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. സഹിക്കാനൊക്കത്തില്ല ഇത്. ഒരു മെയിൽ കമ്മീഷൻ വരുന്നതിനോട് എന്താ തെറ്റുള്ളത്? ഇരുന്നോട്ടെ, തെറ്റില്ലതിനകത്ത്. കാരണം വെച്ചാൽ ഇവർ പറയാച്ചങ്ങ് പോവുമല്ലേ. ഈ ദുർഗന്ധം അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഇവരങ്ങ് പോവും. പിന്നെ ഇവരെ കാണുന്നില്ല. അനുഭവിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ്. ഒരു 50 വർഷം മുമ്പ് ഒരു കാലത്തെ ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡൻറ്റുകളെന്നാണ്. അന്ന് ജേർണലിസം 1ാം ക്ലാസ്സിൽ 1ാം റാങ്കോടുകൂടി ഗോൾഡ് മെഡലോടെ പാസ്സാവുകയാണ് അദ്ദേഹം. പാസ്സായിട്ട് അന്ന് വേണമെങ്കിൽ അന്നത്തെ പ്രമുഖമായ പത്രങ്ങളിലോ പത്രസ്ഥാപനങ്ങളിലോ ഒക്കെ ഒരു ജോലി കിട്ടാൻ ഒരു പാടുമില്ലാതിരുന്നൊരു കാലം. പക്ഷെ അന്ന് ആ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് കയറുന്നത് അഭിമാനത്തോടെ ആണെങ്കിലും പറയാം, ഒരു ചലച്ചിത്ര മാസികയുടെ ഓഫീസിലേക്കാണ്. നാന എന്ന് പറയുന്ന ചലച്ചിത്ര. എന്തുകൊണ്ടാണ് മറ്റെവിടെയും പോവാതെ അവിടെ തന്നെ പോകണം എന്നൊരു തോന്നൽ വരാൻ കാരണം? ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയണ്ടേ, അഭിലാഷങ്ങളുണ്ടോ? അഭിലാഷം ഇൻ ദ സെൻസ് ഡിസയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഭിലാഷം അതായത് എല്ലാവർക്കും അവരുടെ ലൈഫിനെ പറ്റി കണക്കൂട്ടലുണ്ടാവുമല്ലോ. കുട്ടിക്കാലം മുതൽ എന്താവണമെന്ന് ചോദിച്ചാൽ ഡോക്ടറാവണം, എൻജിനീയർ ആവണം, ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന പോലെ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഓർമ്മയായ നാൾ മുതൽ ഈ വാനോട്ടം അതിലായിരുന്നു നമുക്ക് താല്പര്യം. വാനോട്ടം, പാചകമടി, പിന്നീട് നമ്മുടെ എതിരെ വരുന്ന ആളിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക, മിമിക്രി. അവിടെ നമ്മുടെ ട്രെയിനിങ് ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പം അത് വന്ന് ഇതിനകത്ത് കമ്പം കയറി. സിനിമയ്ക്കകത്ത് കയറിയപ്പോൾ ഇങ്ങനെ സിനിമയ്ക്കകത്ത് ഇന്നതാവണമെന്നുള്ളതല്ല, അതിൻ്റെ പരിസരത്ത് കാണണം, അതിൻ്റെ ആ മണം പിടിച്ചു പോയി. അങ്ങനെ
പാട്ടിലും എല്ലാം കമ്പമായിരുന്നു. ഞാൻ പാട്ടുകാരനെന്ന രീതിയിലാണ് ഞാൻ ഹൈസ്കൂളിലൊക്കെ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ നിന്ന് നാടകം എഴുതി തുടങ്ങി, നാടകം എഴുതി സംവിധാനം ചെയ്തു, കോളേജിൽ പോയി, പാറ്റുമ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, 2 കോളേജിൽ ഞാൻ ബെസ്റ്റ് ആക്ടറും ഡയറക്ടറും മോണോ ആക്ടറും കോളേജ് യൂണിയൻ ചെയർമാനും കയ്യിൽ നിന്ന് പോയി. പിന്നെ ONV സാറിൻ്റെ ശിക്ഷണത്തിൽ വരുന്നു. സാറ് പറഞ്ഞതിൻ്റെ പേരിലാണ് പത്രപ്രവർത്തനത്തിന് പോകുന്നത്. സാറാണ് എനിക്ക് ആദ്യമായിട്ടൊരു അഡ്വൈസ് തരുന്നത്. സാറിന് എന്നോട് വലിയ വാത്സല്യമായിരുന്നു. അപ്പോൾ അത് പുള്ളി വാത്സല്യം തോന്നാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ജിയോളജി ആയിരുന്നു. സാറ് മലയാളം യൂണിവേഴ്സിറ്റി യൂണിയനിലൊരു നാടകം അയക്കണം. ഞാൻ സംഘാടകനാണ്, ഫസ്റ്റ് ഇയറാണ്. അന്ന് ഈ MA പിള്ളേരാണ് ആണും പെണ്ണൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്നത്. നമ്മൾ ഡിഗ്രി ആയതുകൊണ്ട് അതിന് വകവയ്ക്കാൻ ഞാൻ ഒരുത്തരം പെൺവേഷം എല്ലാം കിട്ടി റെഡിയാക്കി നിർത്തി ഒരു നാടകം റെഡിയാക്കി. കോമ്പറ്റീഷന് യൂണിവേഴ്സിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രസൻറ്റ് ചെയ്തു. ഭയങ്കര ധൃതി പിടിച്ച് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ കൂടെ പരിചയമാർക്കൊന്നും ഡയലോഗ് പറഞ്ഞുകൂടാ. നാടകം ONV സാറും കൃഷ്ണപിള്ള സാറും സംശയമുണ്ട്, സുഖമായ ടീച്ചറൊക്കെ ജഡ്ജസാണ്, ഒറിജിനൽ സ്ക്രിപ്റ്റുകളുടെ മുമ്പിലുണ്ട്. നാടകം തുടങ്ങി കഴിഞ്ഞ് അരമണിക്കൂറാണ്. വന്ന് കയറിയാൻ ഡയലോഗ് എത്തിച്ചു, നമ്മൾ റീഓറിയൻറ്റ് ചെയ്യുന്നു, കയ്യിൽ നിന്ന് ഡയലോഗ് ഇടുന്നു, പിന്നെ ഡയലോഗൊക്കെ വായി തോന്നുന്നതാണ്. അരമണിക്കൂർ വിത്തൗട്ട് ബ്രേക്ക് നാടകം കളിച്ച് തീർന്ന ഉടനെ കുറുപ്പ് സാർ ചോദിച്ചു, സാർ ചോദിച്ചു, ഇങ്ങനെ ഇപ്പം ഈ സ്ക്രിപ്റ്റിലെ ഒറ്റ ഡയലോഗ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളിതെങ്ങനെ ഇത്രയും നേരം പിടിച്ചു നിന്നു, അത് നിങ്ങളെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകുന്നത്. അപ്പം അദ്ദേഹമാണ് എൻ്റെ അത് പറഞ്ഞത്, ബെറ്റർ ബാലേന്ദ്രൻ നിങ്ങൾ അപ്പം ഞാൻ സാർ എനിക്കിങ്ങനെ സിനിമയിലൊക്കെ താല്പര്യമുണ്ട്, ആരുടെ ലൈസൻ്റായിട്ട് നിന്നാൽ. സാറ് പറഞ്ഞു, എൻ്റെ ഒരു റീഡിങ്ങിൽ ഒരു അസിസ്റ്റൻ്റ് ആകാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, നിങ്ങൾ ലൈസൻ്റായി നിർത്തുകയില്ല കൂടെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ആദ്യമേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലത്. സാർ അതിൻ്റെ എൻട്രി കിട്ടറേ ബെസ്റ്റ്, നിങ്ങൾ പത്രക്കാരനാണ്, ഇവിടെ ഒരു കോഴ്സുണ്ടായിരുന്നു പ്രസ് ക്ലബിൽ, അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഞാൻ പോയി ജോയിൻ ചെയ്തതാണ്. അതാണ് പിന്നെ ഫസ്റ്റ് റാങ്ക് ഫോർ റിപ്പോർട്ടിംഗ് കേരളമതി ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടാണ്. അപ്പം എനിക്കിത് കിട്ടിയപ്പം ഞാൻ കരുതി എന്നാൽ ഇതാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, എന്നാൽ ആനയുടെ മദ്രാസ് ലേഖനാകാം. അങ്ങനെ മദ്രാസിലേക്ക് സിനിമയായിരുന്നു അപ്പോഴും ലക്ഷ്യം. സിനിമ അവിടെ നിന്ന് കയറണം. അതെ, അത് അല്ലാതെ ഞാൻ വേറെ കൂടെ നിർത്തുകയാണെന്ന് പറഞ്ഞു. ഇത് സിനിമയ്ക്കകത്ത് വന്നേ പറ്റത്തുള്ളൂ, വേഗമാർഗമുള്ളത് ഇതിൻ്റെ പേരിൽ പോവുക, എല്ലാവരെയും കാണാം, പരിചയപ്പെടാം. അതെ, പ്രായോഗികമായിരുന്നു ചിന്ത. കൃഷ്ണസമര റെഡ്ഡിയാരാണ് അതെ അന്നത്തെ മാനേജിങ് എഡിറ്ററും അതിൻ്റെ മലയാളിയും ഉടമസ്ഥനും ഒക്കെ തന്നെ. അതെ, എങ്ങനെയായിരുന്നു അദ്ദേഹമാണ് എൻ്റെ മാർഗദർശനം നടത്തിയത്. പുള്ളി എന്നെ എനിക്കൊരു കാത്തിരൊന്നുമല്ല, അതിനെനിക്കൊരു സംഭാഷണമുണ്ടായി. അതായത് ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഞാൻ എൻ്റെ എഡിറ്റർ പേര് KVS ആയതെന്നാണ്. അദ്ദേഹം ട്രിവാൻഡ്രത്തുണ്ട്. പുള്ളി അല്പം സ്മാളിൻ്റെ ആളാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ ഉച്ചയ്ക്ക് ഇളയതിനെ കാണാനായിട്ട് പോയി. പുള്ളി നല്ല ഫോമിലിരിക്കുക. ഞാനിത് കാണിച്ചു. പുള്ളി നിഷ്കരണം തള്ളി. എൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് മദ്രാസിലൊന്നും ആരുടെ ആവശ്യമില്ല. പുള്ളി നോക്കുന്നില്ല, പുള്ളിക്ക് പറ്റുന്നില്ല. ഞാൻ വലിയ നിരാശയായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഉടമസ്ഥനെ പരിചയമുള്ള വേറെ പറഞ്ഞു എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ ആയിട്ട് കൊല്ലത്ത് ചെല്ലുമ്പം ഈ നമ്മുടെ കൃഷ്ണസാമ റെഡ്ഡിയാർ എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യം കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ കൊണ്ട് ചുറ്റും 8-9 കസേരയിലായിട്ട് അദ്ദേഹത്തെ പ്രായക്കാരായിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അഭ്യർത്ഥിയെ പോലെ ചെല്ലാം. പുള്ളിയെല്ലാം നോക്കി കേട്ടോ, നോക്കിയിട്ട് നമുക്കിപ്പോൾ ആരെയും ഒരാളെ ഉടനെ ആവശ്യമില്ല, മനസ്സിലായില്ലേ. മുമ്പ് ഒരാൾ നിപ്പുണ്ടായിരുന്നു, അയാളെന്തോ സുഖപ്രദാതെ പെരുമാറുന്നതൊക്കെയുള്ള ഞാൻ കേട്ടത്. എനിക്ക് പെട്ടെന്ന് നിരാശയായി. ഇതാണ് സമയമെന്ന് പറയുന്നത്.
ബാക്കിക്കൊണ്ട് നോക്കുക എന്താ സംഭവിക്കാൻ പോകണമെന്ന്. അപ്പം എല്ലാം സൂക്ഷ്മമായിട്ട് അദ്ദേഹം കേട്ടോ ഓരോ സർട്ടിഫിക്കറ്റ് നോക്കുന്നത്. ഞാൻ അത് ശ്രദ്ധിച്ചു. ചുമ്മാ റാൻഡമല്ല. പുള്ളി ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റ് വായിച്ച് നിങ്ങൾക്ക് എന്തിനു നാനേ വന്നത്? നിങ്ങൾക്ക് വേറെ എത്രയോ നല്ല സ്ഥാപനങ്ങളിൽ പോകാം. അതിൻ്റെ അല്ല എനിക്കിത് ഇഷ്ടമാണ്. ഇതാണ് സംഗതി, ഇതാണ് കേട്ടോ. പുള്ളി ഞാൻ മടങ്ങി. വിഷ് യു ആൾ ദ ബെസ്റ്റ്. എനിക്ക് വലിയ നിരാശയായി. ഒരു ഭയങ്കര എന്താ തകർന്നു പോയി നമ്മുടെ ആദ്യത്തെ അനുഭവം അതൊക്കെ. അപ്പം നിശബ്ദതയായി. അപ്പം ഞാൻ പതുക്കെ നടന്ന് ഈ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകാൻ വന്നു. ഒരാവശ്യമില്ലാതെ ഞാൻ അദ്ദേഹത്തെ മുതലാളി എന്നാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളെ മുതലാളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ്. നല്ല ചൈതന്യം അങ്ങനെ കാണാൻ ആരായാലും. ഒരുപാട് കഥകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്നപ്പോഴേക്കും ആ സീൻ മിസ്റ്റർ ബാലചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചെറുപ്പമാണല്ലോ ഞാൻ തിരിഞ്ഞു നിന്നു. അത് നിങ്ങൾ ഇത്ര പാടുപെട്ട് മദ്രാസിൽ പോകുന്നത് വല്ല സിനിമാ നടിയെയും കല്യാണം കഴിക്കാനാണോ? അപ്പോഴേക്കും ആ ചുറ്റുവട്ടം ഇരുന്ന ആൾക്കാർ എല്ലാം കൊണ്ടൊന്ന് തുല്ലസിച്ച് പൊട്ടിച്ചിരിച്ചു. ഒരു കൗരവ സദസ്സിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരവസ്ഥ. അതെനിക്ക് ചെറുപ്പക്കാരനായി എനിക്കൊരു ചെറിയൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കരുതി ഇതിന് ഉത്തരം കൊടുത്തിട്ട് പോകാൻ പാടുള്ളൂ. അന്നും അത് വന്നു പോയി, അത് വന്നു പോവും. അതില്ലെങ്കിൽ ഞാനില്ല. അത് ഈ നിമിഷവും ഇല്ല. അത് വേറെ കാര്യം. അത് ഞാൻ പറയാനുള്ള ആവശ്യം എന്താ? ആ ചോദ്യം ശരിയല്ലോ. അപ്പം ഞാൻ അടുത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാനൊരു സിനിമാ നടിയെ കിട്ടുമല്ലോ എന്നുള്ള കാര്യം എനിക്ക് വാക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു നല്ല ലേഖകനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും സമയം തന്നാൽ. ആ ഉത്തരത്തിനകത്തൊരു ഒരു സുഖകരമായ ധാർഷ്ട്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖം വികസിച്ചു. പിന്നെ പുള്ളി ചിന്തിച്ചില്ല. വിത്തിൻ സെക്കൻഡ്സ് അപ്പോഴേ ഫോൺ എടുത്തു. ഇളയതിനെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് നാളെ, പുള്ളി അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. എൻ്റെ അടുത്ത് പറഞ്ഞു ഇളയതിനെ പോയി കണ്ടാൽ മതിയെന്ന്. എൻ്റെ പ്രശ്നം ഇളയതിനെ കണ്ടപ്പോൾ പുള്ളി വേണ്ടാന്ന് പറഞ്ഞ് എന്നെ വിട്ടത്. പക്ഷെ പുള്ളി കഴിച്ചിരുന്നപ്പോൾ അയ്യോ, അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ പരീക്ഷണമായല്ലോ, പുള്ളിക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഞാൻ വന്ന് സത്യം പറഞ്ഞാൽ അത് ഇടവേല താമസിക്കുന്നത്. ആരും എന്ത് ചെയ്യും? അയാൾ നിങ്ങളല്ലേ ഇന്നലെ ഇവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞ് ചോദിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല പറയാൻ. ഞാൻ രാത്രി വന്ന് മീശയും എടുത്തു. മീശയെടുത്തൊരു കണ്ണടിയൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല സ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് അടുത്ത് ചെന്ന് എൻ്റെ പോലെ ഇളയതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുപോലൊരാളിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആളെ കിട്ടുന്നില്ല. അതാണ് അത് കറക്റ്റായിട്ട് മുതലാളി കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ആന ചേന കൊല്ല എട്ടർ ശ്രീകുമാരൻ തമ്പി അവർക്കൊക്കെ ഉള്ള വരുന്ന ബാലേന്ദ്രൻ ഞങ്ങളുടെ നാനയുടെ ലേഖകനാണ്, വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ബെഞ്ച് ഓഫ് ലെറ്റേഴ്സ് താഴെ വന്നിട്ടാണ് എന്നെ മദ്രാസിലേക്ക് ഇട്ടിരുന്നത്. ഇങ്ങനെയാണ് ഞാൻ അതിൽ കയറുന്നത്. അങ്ങനെയാണ് മദ്രാസ് ലേഖനായിട്ട്.